വെൽക്കം ടു മൈ ചാനൽ വിചിത്ര സഞ്ചാരി. ഇന്ന് നമ്മൾ കോഴിക്കോട് മിഠായിത്തെരുവിലാണുള്ളത്. മിഠായിത്തെരുവിനെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മിഠായിത്തെരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വളരെയധികം തിരക്കുള്ള ഒരു ദിവസമാണ്. തിരക്കുള്ള ദിവസങ്ങൾ മിഠായിത്തെരുവിൻ്റെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഉള്ളവർ മാത്രമല്ല, കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവരും കാഴ്ചകൾ കാണാനും ഷോപ്പിങ്ങിനുമായി മിഠായിത്തെരുവിൽ എത്തിച്ചേരുന്നു. പൊതു അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലുമാണ് ഇവിടെ കൂടുതലായി തിരക്കുള്ളത്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, അതാണ് തെരു ഇത്രയധികം സജീവമായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും അധികം വിൽപ്പനശാലകളുള്ള സ്ഥലമാണ് മിഠായിത്തെരുവ്. സാധാരണ ഇവിടെ പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ മാത്രമല്ല, ധാരാളം വഴിയോര കച്ചവടക്കാരും ഞായറാഴ്ചകളിൽ മിഠായിത്തെരുവിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നമുക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാൻ കഴിയും. മിഠായിത്തെരുവിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഹൽവയും മിഠായികളും വിൽക്കുന്ന കടകളായിരുന്നു ധാരാളം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ള തുണിക്കച്ചവടമാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ തുടങ്ങി ആയിരക്കണക്കിന് രൂപ വരെ വരുന്ന സാധന സാമഗ്രികൾ നമുക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ കഴിയും. ഏത് തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ വാങ്ങിക്കാൻ കഴിയും. രണ്ട് കിലോമീറ്ററിൽ അധികം ചുറ്റളവിൽ ഈ തെരുവ് വ്യാപിച്ചു കിടക്കുന്നു. മാത്രമല്ല, ഈ തെരുവിന് ഏകദേശം 500 വർഷത്തെ പഴക്കമുണ്ട്. കോഴിക്കോട് നഗരത്തിൽ മാനാഞ്ചിറ സ്ക്വയറിന് സമീപത്തായാണ് മിഠായിത്തെരുവ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് പബ്ലിക് ലൈബ്രറി, മാനാഞ്ചിറ സ്ക്വയർ, LIC, സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രി മുതലായവ സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയിൽ വരുന്നവർക്ക് എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്നതും വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ
സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നതുമായ ഒരു സ്ഥലമാണ് മിഠായിത്തെരുവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.